എന്നാലും നിനക്ക് എന്റെ കൂടെ ഓടിയെത്താൻ കഴിഞ്ഞില്ലല്ലോ. എന്നെ കളിയൊക്കെ ഉണ്ടല്ലോ, ഞാൻ അമ്മേന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. എന്തു പറ്റി മോളെ? എന്തിനാ എന്റെ പൊന്നുമോള് കരയുന്നത്? അമ്മ, ഇന്ന് സ്കൂളിൽ സ്പോർട്സ് ഡേ ആയിരുന്നു. ഞാൻ എല്ലാ മത്സരത്തിലും പങ്കെടുത്തു. പക്ഷെ എനിക്ക് അവനിപ്പോൾ ഓടിയെത്താൻ കഴിഞ്ഞില്ല. അതും പറഞ്ഞ് അവൻ എന്നെ കളിയാക്കുക. ഇനി അവൻ എന്റെ മോളെ കളിയാക്കില്ല കേട്ടോ. മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, ഇനി അവൻ കളിയാക്കിയാൽ മോള് മുത്തശ്ശിയോട് പറഞ്ഞാ മതി. നല്ല മുത്തശ്ശി. അതൊക്കെ പോട്ടെ, കളറിംഗ് കോമ്പറ്റീഷന് ഫസ്റ്റ് കിട്ടിയതിന് മിഠായി എവിടെ? ഈ കുറുമ്പന് മുത്തശ്ശിയുടെ അടുത്ത് അതും പറഞ്ഞു. ഞാൻ സർപ്രൈസ് ആക്കി വെച്ചതായിരുന്നു. അച്ഛൻ വന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ സർപ്രൈസ് പൊട്ടിക്കാന്ന് വിചാരിച്ചതാ, അതും കളഞ്ഞു. ആഹാ, കൺഗ്രാറ്റുലേഷൻസ്, മിടുക്കി മോള്. കണ്ടില്ലേ, ഓരോരുത്തർക്കും അവരവരുടേതായ വ്യത്യസ്തമായ കഴിവുകളുണ്ട്. മോൾക്ക് വരയ്ക്കാനുള്ള കഴിവാണ് ഉള്ളത്, അവന് ഓടാനും ചാടാനും കഴിയും എന്ന് കരുതി മറ്റുള്ളവരുടെ കുറവുകളെ നമ്മൾ കളിയാക്കരുത്. സോറി മുത്തശ്ശി, ഇനി ഞാൻ ആരെയും കളിയാക്കില്ല. നല്ല കുട്ടി. മുത്തശ്ശി ഒരു ആനക്കുട്ടിയുടെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ ഒരു ആനക്കുട്ടി ഉണ്ടായിരുന്നു. അവൾ വളരെ പാവവും ദയയുള്ളവളുമായിരുന്നു. ഒരു ദിവസം അവൾ കാട്ടിലൂടെ നടക്കുമ്പോ ഒരു മുയൽ അതുവഴി വന്നു. ഹായ്, ഹൗ ആർ യു? എങ്ങോട്ടാ ഈ വലിയ മൂക്കുമായി പോകുന്നത്? ഇത് കേട്ടപ്പോൾ ആനക്കുട്ടിക്ക് സങ്കടായി. എന്റെ മൂക്ക് കണ്ടില്ലേ? മൂക്കായാൽ ഇങ്ങനെയാവണം. എന്ത് ഭംഗിയുണ്ട്! ഇതൊരു മാതിരി നീണ്ട തൂണ് പോലെ. അപ്പോഴാണ് മുയലിന്റെ ഫ്രണ്ടായ ആമയും ആ വഴി വന്നത്. എന്താണ് രണ്ടാളും തമ്മിൽ ഒരു തമാശ? ഞാനും കേൾക്കട്ടെ. ആമച്ചാരെ, നിങ്ങൾ തന്നെ പറ, ഇവന്റെ മൂക്കാണോ അതോ നമ്മുടെ രണ്ടാളോ മൂക്കാണോ കാണാൻ? എന്താ സംശയം? എന്റെയും നിന്റെയും മൂക്ക് തന്നെ. പോരാത്തതിന് മുറം പോലുള്ള ചെവിയും. ഇതൊക്കെയാണ് ചെവി. എന്ത് ഭംഗിയാണ് കാണാൻ. താങ്ക് യു. ബൈ ദ ബൈ. പറഞ്ഞപ്പോഴാ, ഇന്ന് എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകാനുണ്ട്. ഞാൻ പോട്ടെ, ബൈ. അവള് പാവായതുകൊണ്ട് തന്നെ അവളെ കാട്ടിലുള്ളവർ എപ്പോഴും ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കും. പാവ ആനക്കുട്ടിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അവള് പതിവ് പോലെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നടന്നു നീങ്ങി. അവൾ നടന്ന് ഒരു പുഴക്കരയുടെ അടുത്തെത്തി. കൂട്ടുകാരാ, എന്താ മുഖത്തൊരു സങ്കടം പോലെ? ഓ, ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. എന്തായാലും പറയൂ, നമുക്ക് പരിഹാരമുണ്ടാക്കാം. എല്ലാവരും എന്നെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അതാണോ കാര്യം? ഇന്ന് നിന്നെ ആരോ കളിയാക്കി കാണും അല്ലേ? ഇനി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ഈ കാര്യത്തിൽ നിന്നെ സഹായിക്കാൻ ഒരാൾക്ക് ഈ കാട്ടിൽ പറ്റൂ. ആരാണത്? മൂങ്ങ സന്യാസി. മൂങ്ങ സന്യാസിയോ? അയ്യോ, എനിക്ക് പേടിയാ. നിന്റെ ഈ പേടിയാണ് ആദ്യം മാറേണ്ടത്. അതിനങ്ങേരാണ് ബെസ്റ്റ്. ഞാൻ പറഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. നീ ധൈര്യമായി ചെല്ല്. അങ്ങനെ മീൻ പറഞ്ഞത് കേട്ട് നമ്മുടെ ആനക്കുട്ടി മൂങ്ങ സന്യാസിയെ കാണാൻ പുറപ്പെട്ടു. അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ മൂങ്ങ സന്യാസി. നമസ്കാരം ചേട്ടാ, ഞാൻ ആ പുഴക്കരയിലെ മീൻ പറഞ്ഞിട്ട് വന്നതാ. അവൻ എന്നെ വിളിച്ചിരുന്നു. എന്ന കാര്യം പറയൂ. എന്നെ സഹായിക്കണം. ഈ കാട്ടിലെ എല്ലാവരും
എന്നെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നു. എന്റെ ഈ വലിയ തുമ്പിക്കൈയും ഈ മുറം പോലെയുള്ള ചെവിയുമെല്ലാം എനിക്കൊരു ഭാരമായി തോന്നുന്നു. എനിക്ക് കാട്ടിലെ മറ്റു മൃഗങ്ങളെ പോലെ ചെറിയ ചെവിയും തുമ്പിക്കൈയും മതി. ഇത് കേട്ടതും മൂങ്ങ സന്യാസിക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. മൂങ്ങ സന്യാസി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. നിങ്ങളും എന്നെ കളിയാക്കുകയാണോ? ക്ഷമിക്കണം, ഒരിക്കലുമല്ല. ഞാൻ നിങ്ങളുടെ ആഗ്രഹം കേട്ടിട്ട് ചിരിച്ചു പോയതാണ്. നോക്കൂ, ഈ കാട്ടിലെ ഓരോ ജീവിവർഗങ്ങളും വ്യത്യസ്തങ്ങളാണ്. നിങ്ങളുടെ ഈ വലിയ തുമ്പിക്കൈ പോലെ വേറെ ആർക്കെങ്കിലും തുമ്പിക്കൈ ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ ഈ ചെവി പോലെ ഇത്രയും വലിയ ചെവി വേറെ ആർക്കെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാണ് പറഞ്ഞത്, ഈ കാട്ടിലെ ഓരോ ജീവിവർഗങ്ങളും വ്യത്യസ്തങ്ങളാണ്. നിങ്ങളുടെ തുമ്പിക്കൈയും ചെവിയും അതിൻ്റെതായ സവിശേഷതകളും ലക്ഷ്യങ്ങളും ഉണ്ട്. ചെവികൾ നിങ്ങൾക്ക് ശത്രുക്കളുടെ കാൽപെരുമാറ്റം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ തുമ്പിക്കൈ കൊണ്ടും നിങ്ങൾക്ക് ആവശ്യാനുസരണം വെള്ളം ശേഖരിച്ച് കുടിക്കാനും പറ്റും. നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുക, മനസ്സിലാക്കുക. അവിടെ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയും. ശരിയാണ്, ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു. എൻ്റെ കഴിവുകൾ മനസ്സിലാക്കി തന്നതിന് നന്ദി. നിനക്ക് നല്ലത് മാത്രമേ വരൂ. പോയി വരൂ. അതും പറഞ്ഞ് മൂങ്ങ സന്യാസി ധ്യാനത്തിൽ മുഴുകി. ആനക്കുട്ടി സന്തോഷത്തോടെ വീട്ടിലേക്ക് നടന്നു. അങ്ങനെ ആനക്കുട്ടി ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടക്കുന്ന സമയം പെട്ടെന്ന് കുറച്ച് മൃഗങ്ങളുടെ നിലവിളി ശബ്ദം കേട്ടു. ആനക്കുട്ടി തന്റെ ചെവി ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിച്ചു പിടിച്ചു. എവിടെ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത് എന്ന് കണ്ടുപിടിച്ച് അങ്ങോട്ട് പുറപ്പെട്ടു. അപ്പോൾ അതാ ദൂരെ കാട്ടിനുള്ളിൽ വേട്ടക്കാരൻ കുഴിച്ചു വെച്ച ഒരു വലിയ വാരിക്കുഴിയിൽ ആമയും മുയലും കുറുക്കനും വീണ് കിടക്കുന്നു. ഏത് ആമയും മുയലും കുറുക്കനുമാണെന്നറിയോ? നമ്മുടെ ആനയെ കളിയാക്കിയ അതേ ആമയും കുറുക്കനും മുയലും. നമ്മുടെ ആനക്കുട്ടി വേറൊന്നും ആലോചിക്കാതെ തന്റെ ഫ്രണ്ട്സിനെ വലിയ തുമ്പിക്കൈകൾ കൊണ്ട് വാരിക്കുഴിയിൽ നിന്നും രക്ഷിച്ചു. അപ്പോഴാണ് വേട്ടക്കാരൻ ആ വഴി വന്നത്. ആനയെ കണ്ടതും അയാൾ പേടിച്ച് വന്ന വഴി തിരിച്ചുപോയി. ഒരുപാട് നന്ദിയുണ്ട് സുഹൃത്തെ. നീ ഞങ്ങളുടെ നിലവിളി കേട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ ആ വേട്ടക്കാരൻ കൊണ്ടുപോയേനെ. നിന്റെ ചെവിയെ പറ്റി ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. എല്ലാത്തിനും ക്ഷമ ചോദിക്കുന്നു. നിന്റെ തുമ്പിക്കൈനെ കുറിച്ച് ഞാനും ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. അവസാനം നിന്റെ തുമ്പിക്കൈ വേണ്ടി വന്നു ഞങ്ങളെ രക്ഷിക്കാൻ. എന്നോട് ക്ഷമിക്കൂ. ഇനി ഒരിക്കലും ഞാൻ നിന്നെ കളിയാക്കില്ല. അങ്ങനെ അവർ പരസ്പരം കളിയാക്കാതെ നല്ല സുഹൃത്തുക്കളായി പരസ്പരം കെട്ടിപ്പിടിച്ചു. കൂട്ടുകാരെ, ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എല്ലാ മനുഷ്യരിലും അവരവരുടേതായ കഴിവുകളുണ്ട്. എന്നാൽ അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുന്നത്. സ്വന്തം കഴിവുകളെ സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുക. ഞാൻ ഫസ്റ്റ്. ഓ, പതുക്കെ വന്നോ കുറുമ്പൻ? ഞങ്ങളിപ്പം മുമ്പേ മുത്തശ്ശീന്റെ കഥ കേൾക്കണം എന്ന് പറഞ്ഞ ഓടി വന്നതായി കുറുമ്പ്. ഞാൻ പറഞ്ഞില്ല ഞാൻ ഫസ്റ്റ് ആവുന്ന്. മോൻ ഇന്ന് ആരുടെ കഥയാണ് കേൾക്കേണ്ടത്? എനിക്ക് മയിലിന്റെ കഥ കേൾക്കണം. എന്നാൽ ഇന്ന് ഒരു മുയലിന്റെ കഥ തന്നെ ആവട്ടെ. ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ മിടുക്കിയായ ഒരു മുയൽ താമസിച്ചിരുന്നു. അവൾക്ക് ആ കാട്ടിൽ ഒരുപാട് കൂട്ടുകാരും ഉണ്ടായിരുന്നു.
മറ്റു മുയൽ കുഞ്ഞുങ്ങളെല്ലാം മൊബൈലിൽ കളിച്ചും സിനിമ കണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ മുയൽക്കുട്ടി മാത്രം കാട്ടിലൂടെ കറങ്ങി നടന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൾ ഫോൺ ഓഫ് ചെയ്ത് കാട്ടിലേക്ക് നടക്കാനിറങ്ങി. പഴങ്ങൾ പറിച്ചു കഴിച്ചും കാടിന്റെ ഭംഗി ആസ്വദിച്ചും അങ്ങനെ കറങ്ങി നടന്നു. പെട്ടെന്ന് അവളുടെ മുന്നിലൂടെ ഏതോ ഒരു ജീവി സ്പീഡിൽ പോയി. അവൾ ആകെ പേടിച്ച് വിറച്ച് കുറ്റിക്കാട്ടിൽ ഒളിച്ചു. അയ്യോ പാവം. എന്നിട്ട് അവൾ തളർന്നില്ല. നിങ്ങളെപ്പോലെ തന്നെ അവൾക്കും ആകാംക്ഷയായി എന്താണതെന്ന് കണ്ടുപിടിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലായോ അതെന്ത് ജീവിയാണെന്ന്? ഇല്ല മുത്തശ്ശി, എന്ത് ജീവിയത്? കടുവ? അല്ല. ബാക്കി പറ മുത്തശ്ശി. അതെന്ത് ജീവിയാണെന്നറിയാൻ അവൾ ഒരു സൂത്രം ഒപ്പിച്ചു. അവൾ അവളുടെ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് ഫോട്ടോ എടുക്കാൻ നോക്കി. പക്ഷെ ഫോണിൽ അതിന്റെ ഒരു പൊടി പോലും കണ്ടില്ല. പെട്ടെന്ന് അവളുടെ പുറകിൽ നിന്നൊരു ശബ്ദം. നീ ആരാണ്? എന്തിനാണ് എന്റെ ഫോട്ടോ എടുക്കുന്നത്? മുയൽ പേടിച്ചു തിരിഞ്ഞു നോക്കി. അപ്പോൾ അതാ സുന്ദരനായ ഒരു മാൻ നെഞ്ചും വിരിച്ചു നിൽക്കുന്നു. നമസ്കാരം ചേട്ടാ. ചേട്ടൻ എന്ത് വേഗത്തിലാണ് ഓടുന്നത്? ഇത്രയും വേഗത്തിൽ ഓടുന്ന ആളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മറ്റുള്ളവരുടെ കഴിവുകളെ അഭിനന്ദിക്കണമെന്ന് മുയലിന്റെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ആദ്യമായിട്ടാണ് ആരെങ്കിലും മാനിനെ അഭിനന്ദിക്കുന്നത്. മാനിനത് വളരെ സന്തോഷമായി. അവർ രണ്ടുപേരും കൂട്ടുകാരെ. അപ്പോൾ മുയൽ ചോദിച്ചു, ചേട്ടാ ചേട്ടാ ചേട്ടൻ എന്നെയും ഓടാൻ പഠിപ്പിക്കുമോ? അതിനെന്താ, പഠിപ്പിക്കാമല്ലോ. മാൻ മുയലിനെ വേഗത്തിൽ ഓടാൻ പഠിപ്പിച്ചു തുടങ്ങി. ആദ്യത്തെ പല ശ്രമങ്ങളിലും മുയൽ പരാജയപ്പെട്ടു. പലതിലും തട്ടി തടഞ്ഞു വീണു. മുയലിന് സങ്കടമായി. പക്ഷെ അവൾ തളർന്നില്ല. അങ്ങനെ അവസാനം മാനും മുയലും ഒപ്പത്തിനൊപ്പം എത്തി. അവർ പരസ്പരം ഒരു സെൽഫി എടുത്തു. മാനിനോട് യാത്ര പറഞ്ഞ് മുയൽ സ്വന്തം മാളത്തിലേക്ക് പുറപ്പെട്ടു. മാളത്തിലെത്തിയപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, നീ എവിടെ പോയതാ? നടന്നതെല്ലാം മുയൽ പറഞ്ഞു. അപ്പോൾ കൂട്ടുകാർ അവളെ കളിയാക്കി. അയ്യോ, മാനിനെ പോലെ നീ ഓടിയെന്നോ? പുളു അടിക്കാതെ അങ്ങനെയൊന്നും നമ്മൾ മുയലുകൾക്ക് ഓടാൻ കഴിയില്ല. അപ്പോൾ മുയൽ പറഞ്ഞു, എല്ലാവരിലും നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട്. കൂട്ടുകാർ വീണ്ടും കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉവ്വ്, അവസാനം നിന്നെ തിരഞ്ഞ് ഞങ്ങൾ ഒരു ആംബുലൻസുമായി വരേണ്ടി വരും. അതൊന്നും കാര്യമാക്കാതെ മുയൽ പോയി സുഖമായി ഉറങ്ങി. അടുത്ത ദിവസം മുയൽ വീണ്ടും യാത്ര തുടർന്നു. തവണ അവൾ കണ്ടുമുട്ടിയതൊരു തവളയായിരുന്നു. തവള കുളത്തിൽ ചാടി ചാടി പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ മുയൽ വിളിച്ചു പറഞ്ഞു. ചെങ്ങാതി. തവള കേട്ട ഭാവം പോലും കാണിച്ചില്ല. മുയൽ വീണ്ടും പറഞ്ഞു. നിങ്ങളെ പോലെ ഇത്രയും നല്ല ഒരു അഭ്യാസിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ തവളയ്ക്ക് സന്തോഷമായി. രണ്ട് വലിയ ചാട്ടം ചാടി തവള മുയലിന്റെ അടുത്തെത്തി. നീ ആരാണ്? ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ അവർ പരിചയപ്പെട്ടു. തവള തന്റെ വീര കഥകൾ മുയലിനോട് പറഞ്ഞു. പാമ്പുകളെ പറ്റിച്ചു രക്ഷപ്പെട്ട കഥയും മുങ്ങാങ്കുഴി ഇട്ടു പോയതും അങ്ങനെ ഒരുപാട് കഥകൾ മുയലെല്ലാം കേട്ടിരുന്നു. അവസാനം മുയൽ ചോദിച്ചു, എന്നെയും പഠിപ്പിക്കാമോ ഇതെല്ലാം? തവള സന്തോഷത്തോടെ സമ്മതിച്ചു. അവൾ മുയലിനെ ചാട്ടം പഠിപ്പിക്കാൻ തുടങ്ങി. ആദ്യത്തെ പല ശ്രമങ്ങളിലും മുയൽ പരാജയപ്പെട്ടു. പലതിലും തട്ടിത്തടഞ്ഞ് വെള്ളത്തിലും വീണു. മുയലിന് സങ്കടമായി. പക്ഷെ അവൾ തളർന്നില്ല. അങ്ങനെ അവസാനം തവളയുടെ കൂടെ മുയലും ചാടി ചാടി ഒപ്പത്തിനൊപ്പം എത്തി. മാളത്തിലേക്ക് പോകും മുമ്പേ മുയൽ നല്ലൊരു ചാട്ടക്കാരിയായി മാറിയിരുന്നു. അവർ പരസ്പരം ഒരു സെൽഫി എടുത്തു. തവളയോട് നന്ദി പറഞ്ഞ് മുയൽ തന്റെ മാളത്തിലേക്ക് യാത്രയായി. അങ്ങനെ ഓരോ ദിവസവും മുയൽ ഓരോ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വേട്ടക്കാരൻ ആ കാട്ടിലെത്തി. ഒരുപാട് മൃഗങ്ങൾ വേട്ടക്കാരന്റെ കയ്യിൽപ്പെട്ടു. ഒടുവിൽ അയാൾ നമ്മുടെ മുയലും കൂട്ടുകാരും താമസിച്ചിരുന്ന മാളത്തിന്റെ അടുത്തും എത്തി. കൂട്ടുകാരെല്ലാം പരക്കം പാഞ്ഞു ഓടിയെങ്കിലും നമ്മുടെ മുയലിനൊരു സൂത്രം തോന്നി. അവൾ വേട്ടക്കാരന്റെ മുൻപിൽ ഞൊണ്ടി നടന്നു.
വേട്ടക്കാരൻ വിചാരിച്ചു, ദേ ഓടാൻ വയ്യാത്തൊരു മുയൽ, ഇതിനെ വേഗം പിടിക്കാം. വേട്ടക്കാരൻ അടുത്തെത്തിയതും മുയൽ കുതിച്ചു പാഞ്ഞു. വേട്ടക്കാരൻ വാശിയായി. അയാൾ പുറകെ ഓടി. പക്ഷെ മാനിനെ പോലെ ഓടുന്ന മുയലിനെ പിടിക്കാനുണ്ടോ വേട്ടക്കാരന് പറ്റുന്നു? ഒടുവിൽ ഓടി ഓടി ഒരു വലിയ കുളത്തിന്റെ തീരത്തെത്തി. വേട്ടക്കാരന് സന്തോഷമായി. ഇനി നീ എങ്ങനെ ഓടും? എനിക്കൊന്ന് കാണണമല്ലോ. മുയലിന്റെ ദേഹത്തേക്ക് വേട്ടക്കാരൻ ചാടി വീണു. മുയലാകട്ടെ കുളത്തിലേക്ക് എടുത്തു ചാടി ആമ്പലിന്റെ മുകളിൽ പോയിരുന്നു. വേട്ടക്കാരൻ പിറകെ ചാടി. മുയൽ ആമ്പൽ ഇലകളിന്മേൽ ചാടി ചാടി കരയിൽ പോയിരുന്നു. വേട്ടക്കാരൻ കുളത്തിലെ വെള്ളത്തിൽ വീണ് പിടഞ്ഞു. മുയലിന്റെ കൂട്ടുകാരനായ തവളയും ആ കുളത്തിലെ മീനുകളും ചേർന്ന് വേട്ടക്കാരനെ കടിച്ച് ശരിപ്പെടുത്തി. വേട്ടക്കാരൻ ജീവനും കൊണ്ടോടി. പിന്നീട് ഒരിക്കലും ആ വഴിക്ക് വന്നില്ല. എല്ലാവരെയും രക്ഷിച്ച മുയലിനെ ആ കാട്ടിലെ മുയലുകളുടെ നേതാവാക്കി. ആ മിടുക്കിയായ മുയൽ വീണ്ടും ഓരോന്ന് പഠിച്ചും മറ്റുള്ളവർക്ക് തനിക്ക് അറിയാവുന്നത് പറഞ്ഞു കൊടുത്തും കാട്ടിൽ ചുറ്റി നടന്നു. എല്ലാ മൃഗങ്ങളെയും കുട്ടികളെ, കഥയിലെ മുയലിനെ പോലെ നമുക്കും മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട്. ജീവിതത്തിൽ എന്നെങ്കിലും ഇതെല്ലാം ഉപകാരപ്പെടും, തീർച്ച. അപ്പോ ഇന്ന് തന്നെ തുടങ്ങുകയല്ലേ? അതെ മുത്തശ്ശി, ഞങ്ങൾ ഇന്നു മുതൽ തന്നെ തുടങ്ങും. എല്ലാം പഠിക്കും, കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. മിടുക്കി.